മലയാള സിനിമയിൽ സിയാദ് കോക്കർ സിബി മലയിൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ഒരു ചിത്രം, അതും ഒരു യൂത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ചിത്രം. അതാണ് അപൂർവരാഗം. അപൂർവരാഗത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. സിയാദ് കോക്കർ അതുപോലെ സിബി മലയിൽ കോംബോയിൽ പിറന്ന ഒരു ഹിറ്റ് മേക്കിംഗ് മൂവിയാണ് അപൂർവരാഗം എന്ന് പറയുന്നത്. ഒരുപാട് യൂത്ത് ഐക്കണായിട്ടുള്ള ഒരുപാട് പേര് അഭിനയിച്ച ഒരു ഫിലിമാണ്. ഇങ്ങനെയാണ് ഒരു സിനിമയിലേക്ക് എത്തിയത്. ഈ ഒരു സിനിമ എൻ്റെ മുമ്പിലേക്ക് എത്തുന്നത് രണ്ട് ചെറുപ്പക്കാരാണ്. അവർ ഞാൻ പോകുന്ന ലൊക്കേഷനുകളൊക്കെ വരും എന്നെ കാണാൻ വേണ്ടിയിട്ട്. പല പടങ്ങളിലെ ലൊക്കേഷനിൽ ഇങ്ങനെ ഇവരവിടെ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൊക്കെ നിൽക്കുക. എപ്പോഴെങ്കിലും ഒരവസരം കിട്ടിയാൽ ഓടി എൻ്റെ അടുത്ത് വരും, ഒരു കഥ പറയാനുണ്ടെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് കഥ പറയാൻ വേണ്ടി വരുന്നവരെ കണ്ട് അതിലൊന്നും ഒന്നും വർക്ക് ചെയ്യാതെ പോകുമ്പോൾ നമുക്ക് കേൾക്കാൻ തന്നെ ഒരു മടുപ്പ് തോന്നണം. എല്ലാവരും നമ്മൾ തന്നെ ചെയ്ത സിനിമകളിലേക്ക് പോലത്തെ അങ്ങനത്തെ കഥയുണ്ട്, ഇങ്ങനത്തെ കഥയുണ്ട്, ആകാശദൂത് പോലത്തെ കഥയുണ്ട്, അല്ലെങ്കിൽ കിരീടം പോലത്തെ കഥയുണ്ടെന്നൊക്കെ പറഞ്ഞാണ് ആൾക്കാർ വരുന്നത്. അപ്പോൾ അതൊക്കെ ഒരിക്കൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്. പുതിയതായിട്ട് എന്തെങ്കിലും ആരെങ്കിലും കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് അതിനകത്തോട്ടൊരു ശ്രദ്ധ വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് താല്പര്യം ഉണ്ടാകുന്നത്. ഇവരിങ്ങനെ പറയുമ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു ഇവർ അത്ര ഇതുപോലത്തെ ഒരു സ്ഥിരം പാറ്റേണിൽ കഥ പറയാൻ വരുന്നവരാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നീണ്ടു പോയി. പക്ഷെ അവരെന്നെ വിടാതെ പിന്തുടർന്നു. ആനന്ദും നജീമാണ്, നജീം കോയയും GS ആനന്ദുമാണ് അവർ രണ്ടുപേരും. അപ്പോൾ അവർ ഒരിക്കലും അങ്ങനെ എന്നെ പിടിച്ചു കഥ പറഞ്ഞു. അങ്ങനെ ഞാൻ കഥ കേട്ടു. കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. കാരണം ഞാൻ അതുവരെ ചെയ്തിരുന്ന കഥകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. അതോടൊപ്പം തന്നെ ആ ഒരു വളരെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള ചെറുപ്പക്കാരുടെ കഥയാണ്. അവരുടെ പ്രണയത്തിലെ ചതിക്കുഴികൾ എല്ലാം പറയുന്ന വളരെ ഒരുപാട് ട്വിസ്റ്റും ടേൺസും ഒക്കെ ഉള്ളൊരു കഥയാണ്. അപ്പോൾ എനിക്കത് വളരെ ഇഷ്ടമായി. അപ്പോൾ ആ കഥ ഇങ്ങനെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. ആ സമയത്താണ് വീണ്ടും സിയാദുമായിട്ടൊരു പ്രോജക്റ്റ്, ഒരു ആലോചനയൊക്കെ സംസാരം. ഞങ്ങളെന്നും കാണുന്നവരാണ്. സിയാദ് ഞാനായിട്ട് മിക്കവാറും ദിവസങ്ങൾ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങളിങ്ങനെ കോണ്ടാക്റ്റിലുള്ളവരാണ്. അപ്പം എന്തെങ്കിലും അങ്ങനെ പുതിയൊരു കാര്യം വരുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിലാണ് ഇങ്ങനെ ഒരു കഥയുണ്ടെന്ന് പറയുമ്പോഴാണ് സിയാദും അതിനകത്തൊരു നമുക്കങ്ങനെയാണെങ്കിൽ അത് വർക്ക് ചെയ്യാം എന്നുള്ളൊരു ചിന്തയിലെത്തുന്നത്. അപ്പോൾ ആ സിനിമയ്ക്കകത്ത്, ആ കഥയ്ക്കകത്ത് കുറേ കറക്ഷൻസ് ഉണ്ടായിരുന്നു. കുറേ അവരുടെ ഒരു ഒറിജിനൽ സ്റ്റോറി ലൈൻ ഓക്കെയാണ്, പക്ഷേ അതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേയിൽ കുറേ കറക്ഷൻ എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവരുമായിട്ട് ഇരുന്നിട്ട് ഒരു പുതിയ സ്ക്രീൻ പ്ലേ ഉണ്ടാക്കി. കഥ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ആ കഥ പറയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അവരുടെ കൂടെ ഇരുന്നു കൊണ്ട് പുതിയൊരു സ്ക്രീൻ പ്ലേ ഉണ്ടാക്കി. അങ്ങനെയാണ്. പ്രത്യേകിച്ചും സെക്കൻഡ് ഹാഫിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് വരുന്നത്. അവരുടെ ഒറിജിനൽ കഥയിൽ നിന്നും വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള പുതിയ ക്യാരക്ടേഴ്സ്, പുതിയ സിറ്റുവേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് അത് വർക്ക് ചെയ്തത്. അത് കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ തീരുമാനിച്ചു ഇതെല്ലാം പുതിയ ആൾക്കാരായിരിക്കണം. കാരണം ഈ കഥയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ കഥയിലെ ഈ കഥാപാത്രങ്ങൾ ആദ്യം നമ്മൾ കാണുന്നവരല്ല. അവർക്കൊരു വേറൊരു മുഖമുണ്ട്. ആ മുഖം നേരത്തെ ഓഡിയൻസിന് കിട്ടാൻ പാടില്ല. നമുക്ക് മുൻകൂട്ടി ഓഡിയൻസ് കണ്ട് പരിചയമുള്ള ആക്ടേഴ്സ് ആണെങ്കിൽ ഇയാൾ എന്തായിരിക്കും, അയാൾ ഇങ്ങനെ ആകുമായിരിക്കും എന്നൊക്കെ ചിന്തിക്കാം. അങ്ങനെ ഒരു മുൻവിധികളോടുകൂടി ഈ സിനിമ കാണാൻ ഉള്ളൊരവസരം കൊടുക്കാതെ അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു ഒരു ലെവലിലേക്ക് ക്യാരക്ടേഴ്സ് പിന്നീട് വളരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ആൾക്കാർ ഇത് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. പിന്നെ വളരെ യൂത്ത് ഒരു ഓറിയൻറ്റഡ് സിനിമ ആയതുകൊണ്ട് ചെറുപ്പക്കാരായ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ഫേസസ് വരിക എന്നുള്ള ഒരു ചിന്തയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഋതു എന്ന് പറയുന്നൊരു സിനിമയുടെ പ്രിവ്യൂ ഇവിടെ എറണാകുളത്തിട്ടപ്പോൾ ഞാനത് കാണാൻ പോയി. ശ്യാമപ്രസാദിൻ്റെ സിനിമയാണ്. അപ്പോൾ അദ്ദേഹം വിളിച്ചപ്പോൾ ഞാൻ പോയി കണ്ടു. ആ സിനിമ കണ്ടപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു ഇതിലെ ആ രണ്ട് ചെറുപ്പക്കാരെ ഞാൻ ഇങ്ങ് എടുക്കാമെന്ന് പറഞ്ഞു. ഒരാൾ എനിക്കറിയില്ല, അതിലെ നായകനായിരുന്നത് നിഷാനാണ്. നിഷാൻ മലയാളി അല്ലാന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ആസിഫിനെയും ഞാൻ അപ്പോഴാണ് കാണുന്നത്. അത് രണ്ടുപേരും എനിക്ക് ഈ സിനിമയ്ക്ക് ഓക്കെ ആണെന്നുള്ള ഒരു ധാരണയുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ഇതിൻ്റെ കാസ്റ്റിങ്ങിലേക്ക് വരുമ്പോഴേക്കും അവരെ തന്നെയാണ്. ഞാൻ ശരിക്കും ആസിഫിനെ ഞാൻ കഥ കേൾക്കാൻ വേണ്ടിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ആസിഫ് വന്ന് എന്നെ കണ്ടു. ആസിഫിൻ്റെ അടുത്ത് ഞാനിരുന്ന് കഥ പറഞ്ഞപ്പോൾ അവനിങ്ങനെ ഇൻ്റർവ്യൂവരൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു. അവന് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഞാൻ കണ്ടില്ല.
അത് കഴിഞ്ഞ് ഇൻ്റർവെൽ കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, സാറേ ഞാൻ വിചാരിച്ചത് ഒരു സാധാരണ ക്യാമ്പസ് ലവ് സ്റ്റോറി, അതിങ്ങനെ ഇങ്ങനെ പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫ് പരീക്ഷ, ഇൻ്റർവെൽ പോയിന്റിൽ ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു സാധാരണ നോർമൽ ലവ് സ്റ്റോറി, ക്യാമ്പസ് ലവ് സ്റ്റോറി എന്ന നിലയിൽ ഇതിനെ കൊണ്ടുവന്നിട്ട് അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് ഒരുപാട് എന്താണ് കാര്യങ്ങൾ നമ്മൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, റിവീൽ ചെയ്യാനും പെടാനുണ്ട് എന്ന് പറയുന്നൊരു പോയിന്റിലാണ് ഇൻ്റർവെൽ നിർത്തുന്നത്. അതോടുകൂടി അവൻ കഥ കേട്ട് എക്സൈറ്റഡായി. നിഷാനെ ഞാൻ ഓവർ ദ ഫോൺ കഥ പറഞ്ഞു. അപ്പം നായികയുടെ കാര്യത്തിലാണ് നമുക്കൊരാളെ ഇങ്ങനെ, അപ്പോൾ ഈ നിത്യമേനോൻ അതിനു മുമ്പ് ആകാശഗോപുരം എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ എൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് ആ കുട്ടി. ഞാൻ ആ സിനിമ കണ്ടു, ആകാശഗോപുരം KP കുമാരൻ സാറിൻ്റെ സിനിമയാണ്, ഞാൻ ആ സിനിമ കണ്ടതാണ്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ അസോസിയേറ്റ് ആണ് അവളുടെ പേര് സജസ്റ്റ് ചെയ്തത്. പെട്ടെന്ന് അവരെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവരും വന്നു, അവർക്കും വളരെ താല്പര്യം തോന്നി, അവരും ഇതിനകത്തേക്ക് വന്നു. പിന്നെ മൂന്നാമത്തെ ഒരു ബോയ്സിൽ മൂന്നാമത്തെ ക്യാരക്ടറിലേക്കാണ് നമുക്ക്, അതൊരു വളരെ പ്രത്യേകതയുള്ള ഒരു ക്യാരക്ടറാണ്. വളരെ സോഫ്റ്റും ഒരു ട്രാൻസ്ഫോർമേഷൻ വരാൻ പോകുന്ന കഥാപാത്രമാണ്. അങ്ങനെ വന്നപ്പോഴാണ് എന്നെ ഈ പല കാസ്റ്റിംഗ് കോൾ സമയത്ത് തന്നെ വന്ന് കണ്ടതാണ് വിനയ് ഫോർട്ട്. വിനയ് ഫോർട്ട് വന്ന് കാണുമ്പോൾ അയാൾക്ക് ഇച്ചിരി ബോൾഡ് ഹെഡാണ്, അയാൾക്ക് മുടി കുറവായിരുന്നു. അപ്പോൾ അത് ആണ് എന്നെ ആദ്യം അട്രാക്റ്റ് ചെയ്തത്. ഇയാൾ ഋതുവിലുണ്ടായിരുന്നു എന്നുള്ള അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇയാൾ ഋതുവിൽ ഒരു ചെറിയൊരു ഗേ ക്യാരക്ടർ ചെയ്തിരുന്നു. അപ്പോൾ അത് നന്നായി ചെയ്തു. പക്ഷേ പുള്ളി എൻ്റെ മുമ്പിൽ വന്നിരുന്ന് പറഞ്ഞപ്പോഴാണ് അതിനകത്ത് ചെയ്ത ആളത് എനിക്ക് കണക്റ്റഡ് ആയത്. പിന്നെ ഈ ക്യാരക്ടറിനും ഒരു സ്ത്രൈണ സ്വഭാവം ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്നു. അതിൽ നിന്നാണ് ഇയാളുടെ ഒരു ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ഫേസിലേക്ക് അയാൾ വരാൻ പോകണം. അയാളൊരു ടെററാണെന്നുള്ള പിന്നീട് വരണം. അപ്പോൾ ഇയാളുടെ ഈ മുടിയുടെ അപ്പോൾ ഈ മാറ്റം വരണം. ഇയാൾ ശരിക്കും ഒറിജിനൽ മുഖം, ഇയാളുടെ ഒറിജിനൽ സ്വഭാവവും മുഖവും രൂപവും ഒക്കെ ഒരു ഡിസ്ഗൈസ് ചെയ്തിട്ടാണ് ഇവിടെ ഈ ക്യാമ്പസിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് കറക്റ്റ് ഇയാളായിരിക്കും എന്ന് വെച്ചാൽ, വേറൊരാളെ വിളിച്ചിട്ട് നമ്മൾ ഈ ഒരു രൂപമാറ്റം വരുന്നതിനേക്കാളും എളുപ്പം ഇയാൾ നല്ല ആക്ടറാണ്, ഇങ്ങനൊരു രൂപമാറ്റത്തിന് അയാൾ വളരെ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആ സീനിൽ അയാളെ ബിഗ് വലിച്ചെറിയുന്നുണ്ട്. അവിടെ നിന്നിട്ട് വേറൊരു ഇയാളങ്ങ് വളർന്ന് വലുതായി പോകും. അപ്പോൾ അതിനു വേണ്ടി അത് കറക്റ്റ് നമുക്ക് അയാളെ തന്നെ കിട്ടി. അപ്പോൾ ഒരുപാട് എല്ലാവരും കൃത്യമായ ഒരു കാസ്റ്റിങ്ങിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞു. നമ്മളിത് ഷൂട്ട് ചെയ്തത് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിലാണ്. വിദ്യാസാഗറാണ് മ്യൂസിക്. അതും ഇതുപോലെ തന്നെ നമ്മളുടെ ഒരു സ്ഥിരം ടീമാണ്. നമ്മളൊരുമിച്ച് ഒരുപാട് സിനിമകൾ ഈ കോക്കേഴ്സിന് വേണ്ടി തന്നെ ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്ത ഒരു ടീമാണ് വിദ്യാസാഗറും ഞങ്ങളെല്ലാവരും വിളിച്ചത്. അപ്പോൾ ആ രീതിയിൽ വിദ്യാസാഗറിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ആ സിനിമയുടെ ഒരു സക്സസിൻ്റെ വലിയ ഒരു കോൺട്രിബ്യൂഷൻ തന്ന എലമെൻസാണ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ അതുപോലെ ചെയ്തു വന്ന സിനിമകളുടെ ഒരു ഗൗരവ സ്വഭാവം വിടുക എന്നതിനപ്പുറത്തേക്കും ഒരു ന്യൂ ജനറേഷൻ ഓഡിയൻസിൻ്റെ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ഒരു ലോകത്ത് ജീവിക്കുന്ന ചെറുപ്പക്കാരുടെ കഥ പറയാൻ കഴിയണമെന്നുള്ളതാണ്. അത് ഒരുപക്ഷെ എന്നെക്കാളും വർഷങ്ങൾ ചെറുപ്പമുള്ള പുതിയൊരു തലമുറയിലെ ആൾക്കാരുടെ ജീവിതത്തെ പറയുമ്പോൾ അതൊരു ചലഞ്ചാണ്. ഞങ്ങൾ വളരെ അവരെക്കാരൊക്കെ ഉള്ള സീനിയറായിട്ടുള്ള ആൾക്കാരാകുമ്പോൾ ആ വൈബിൽ സിനിമ ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയ ചലഞ്ചാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ ബോധപൂർവം തന്നെയാണ് ആ സിനിമയുടെ ഒരു മേക്കിങ്ങിൻ്റെ കാര്യത്തിലൊക്കെയും അത്തരത്തിലുള്ള ഒരു സ്റ്റൈലാണ് സ്വീകരിച്ചത്. അത് വർക്കായി. അപ്പം ഇതൊരു ന്യൂ ജനറേഷൻ സിനിമകളുടെ തുടക്കകാലത്ത് സംഭവിച്ച ഒരു സിനിമയാണ്. അപ്പം പുതിയ തലമുറയുടെ സിനിമയുടെ ഒരു തുടക്കകാലത്തെ ഒരു ആ കാലഘട്ടത്തിൻ്റെ കൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞ ഒരു സിനിമയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. തിയേറ്ററുകൾ ഒരു പക്ഷേ വലിയ ഹിറ്റൊന്നും ആയിട്ടില്ല അത്. കാരണം ഇതിൻ്റെ ഒപ്പം ഇറങ്ങിയതാണ് മലർവാടി ആർട്സ് ക്ലബ്ബ്, ഒരേ ദിവസം റിലീസ് ചെയ്തതാണ്. മലർവാടി ആർട്സ് ക്ലബ്ബ് വലിയ ഹിറ്റാകുകയും അതിനോടൊപ്പം ഇത് എത്തിയില്ല. തിയേറ്റർ ഒരു കളക്ഷനിൽ അതിന് താഴെയായിരുന്നു. അപ്പം എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു
ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ സിനിമ. ഞാൻ തന്നെ റിഫ്രഷ്ഡായ ഓക്കെ. എൻ്റെ സ്ഥിരം പാറ്റേണുകളിൽ നിന്നും മാറിക്കൊണ്ടുള്ള ഒരു കഥയും ഒരു 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 മേക്കിംഗ് സ്റ്റൈലിനെയൊക്കെ എനിക്ക് എന്താണ് കൃത്യമായിട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതും എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു സന്തോഷമാണ്. താങ്ക്സ് ടു ദ റൈറ്റേഴ്സ്. തീർച്ചയായിട്ടും അവർ രണ്ട് ചെറുപ്പക്കാർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തതാണ്. ഞാനും ആദ്യമായിട്ടാണ് എൻ്റെ മുമ്പിൽ കഥയുമായിട്ട് വരുന്നൊരു പുതിയ ആളുടെ, അതായത് ഇതിനു മുമ്പ് ഒരു സിനിമയും ചെയ്യാത്ത കഥ പറയും. ഞാനും ഒരു സമയത്തൊക്കെ ഞാൻ ആഴ്ചയിൽ ഒരു 200 കഥകളൊക്കെ കേൾക്കുമായിരുന്നു. കാരണം അതിനുവേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിട്ട്, കാരണം ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ നിന്ന് വിളിക്കും. അപ്പോൾ വീട്ടിൽ വരട്ടെ, അവിടെ വരട്ടെ. അപ്പോൾ എല്ലാവരെയും കൂടെ വീട്ടിൽ കൊണ്ടുവന്നിരുത്തി കഥ കേൾക്കാൻ പറ്റത്തില്ല. അവരുടെ എല്ലാവരുടെയും സമയത്തിന് ഓരോ ദിവസവും അതിനായിട്ട് മാറ്റി വെക്കാൻ കഴിയില്ല. അപ്പം ഞാൻ ചിലപ്പോൾ ഒരു മാസത്തിൽ ഒരു കുറച്ച് ദിവസങ്ങൾ അതിനായിട്ട് മാറ്റി വെക്കും. എന്നിട്ട് ഇവരടുത്ത് പറയും ഇന്ന ദിവസം വരാൻ പറഞ്ഞാൽ അതിനുവേണ്ടി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കും. അപ്പോൾ ഓരോ ദിവസം കുറേ ആൾക്കാർ വരും, 10-25 പേര് ഓരോ ദിവസം വരും. അങ്ങനെ അവരുടെ കയ്യിൽ നിന്നും അവർ വരുമ്പോൾ കഥ കേൾക്കും. ചിലത് 2 ലൈൻ പറയുമ്പോഴേ നമുക്ക് മുന്നോട്ട് പോകണ്ടെന്ന് തീരുമാനിക്കും. ചിലർ പറഞ്ഞ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്ന് ചിലപ്പോൾ അവസാനം അത് താഴ്ക്കും. എന്തായാലും ഞാൻ ഇങ്ങനെ ആയിരക്കണക്കിന് കഥകൾ ഇങ്ങനെ പല ഘട്ടങ്ങളായി കേട്ടതിൽ നിന്നും നമ്മളെ ഇത് ചെയ്യണം എനിക്ക് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കഥ വന്നില്ല. പലതിനും നമ്മൾ മുമ്പ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ മുമ്പ് മലയാളത്തിൽ തന്നെ മറ്റാൾക്കാർ ചെയ്ത് വന്നുപോയ സിനിമകളിലേക്ക് ഒരു പാറ്റേണാണ്. നമ്മളെപ്പോഴും പുതിയ ആൾക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഫ്രഷ്നെസ് ആണ്. ഇതുവരെ പറയാത്ത വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കഥയെ കൊണ്ടുവന്നാലാണ് ഒരു പുതിയ ആൾക്കാർക്കും റൈറ്റർ എന്നല്ല അവർക്കും ശ്രദ്ധ നേടാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ടാണ് എൻ്റെ മുമ്പിലേക്ക് വന്ന ഫ്രഷായിട്ട് വന്ന ഒരു സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എന്ന് പറയുന്ന ഇവരിൽ നിന്നാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ. ഞാൻ എല്ലാ പാറ്റേണിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ മലയാളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട റൈറ്റേഴ്സുമായിട്ടും ഞാൻ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ആദ്യകാലത്ത് ശ്രീനിവാസനുമായിട്ട് ചെയ്തു, പിന്നീട് ലോഹിതദാസ് വന്നു, SN സ്വാമിയുടെ കൂടെ ചെയ്തു. അതിനുശേഷവും വന്ന ഒരുപാട് പുതിയ തലമുറയിൽ എഴുത്തുകാർ TR റസാഖിൻ്റെ കൂടെ ചെയ്തു. അങ്ങനെ പിന്നെയും മറ്റു ചില റൈറ്റേഴ്സിൻ്റെയൊക്കെ തുടക്കകാലത്ത് K ഗിരീഷ് കുമാർ ആയാലും സിന്ധുരാജ് ആയാലും അങ്ങനെ പലരുടെ കൂടെയും സിനിമകൾ ചെയ്തു. രഘുനാഥ് പലിയുടെ കൂടെ ചെയ്തു. അങ്ങനെ വ്യത്യസ്തങ്ങളായ എഴുത്തുകാരുടെ കൂടെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ സീസൺഡായിട്ട് സിനിമയിൽ വന്ന ശേഷമാണ് അവരുടെ കഥകളൊക്കെ ചെയ്തത്, രഞ്ജിത്തിൻ്റെ കൂടെ ഒക്കെ. പക്ഷേ തീർത്തും പുതിയ ആൾക്കാർ ആദ്യമായിട്ട് സിനിമയിൽ കഥ എഴുതാൻ വരുന്ന ഒരു ചെറുപ്പക്കാരുടെ കഥ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതൊരു ഈ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പുതിയ കാലത്തിൻ്റെ കഥയും സിനിമയുമായി മാറിയതിലുള്ള സന്തോഷമുണ്ട്. തീർച്ചയായും. അപ്പോൾ എന്തായാലും ഈ ഒരു കഥ സാറ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ യൂത്ത് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഈ ഒരു കഥ എന്താണ് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ എന്നാലും ഇപ്പോൾ യൂത്ത് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും ഒരുപാട് പേര് എല്ലാവരും പുതുമുഖങ്ങളാണ്. അപ്പോൾ പുതുമുഖങ്ങളാകുമ്പം അത്രയും നാൾ വലിയ ഹിറ്റ് മേക്കേഴ്സ് ആയിട്ടുള്ള ഒരുപാട് നടന്മാരുടെ കൂടെ അവരുടെ കൂടെ വർക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഇങ്ങനെ യൂത്ത് ആയിട്ടുള്ള പുതുമുഖങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുമ്പം എന്തെങ്കിലും ഇപ്പോൾ ടെൻഷനോ അല്ലെങ്കിൽ അവരെ ട്രെയിൻ ചെയ്യിക്കുന്ന കാര്യത്തിലൊരു കൺഫ്യൂഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, ടെൻഷൻ അവർക്കാണ് ഉണ്ടാകുന്നത്. അത് ശരിക്കും നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കണം. കാരണം മറ്റുള്ള സീസൺഡ് ആക്ടേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന പോലെ അല്ലല്ലോ ഇവരെ. അവരും അത്ര പരിചിതരല്ലോ, ഒരു സിനിമയൊക്കെ കഴിഞ്ഞവരാണ്. ആസിഫിനെ സംബന്ധിച്ചോളം വളരെ റോ ആയിരുന്നു. ആസിഫ് അങ്ങനെ ഒരു ട്രെയിൻഡ് ആക്ടറൊന്നുമല്ല. അതിനു മുമ്പ് അങ്ങനെ വേറെ എന്തെങ്കിലും വലിയ കാര്യമായ ആക്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഉണ്ടായിരുന്ന ആൾ. വെറും ആഗ്രഹം കൊണ്ട്, പാഷൻ കൊണ്ട് സിനിമയിൽ എത്തിയപ്പെട്ട ആളാണ് ആസിഫ്. പക്ഷെ വളരെ ടാലൻറ്റഡാന്ന് അന്നേ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. അതിൽ ഒരു ഇൻ്റർവെല്ലിനോട് അടുത്തൊരു സീനുണ്ട്. ഇയാൾ ഈ വളരെ പാവമായിട്ട് ആ സീനിലിരിക്കുക. ഈ സ്ത്രീ, ഈ കുട്ടിയുടെ ഫാദർ ഇവരെ വിളിച്ചിട്ട് ഇവരെ സോർട്ട് ചെയ്യാൻ വേണ്ടി ഇവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സീനുണ്ട്. ആ സീനിൽ വെച്ചിട്ട് പെട്ടെന്ന് ഇയാൾ അതുവരെ അതിലൊരു അവസാന ഘട്ടത്തിൽ ഇയാൾ ഭയങ്കര ഒരു ചേഞ്ച് ഓവർ വരുന്നുണ്ട്. ഇയാൾ ഒരു ബിയർ കുപ്പി അടിച്ചു പൊട്ടിച്ചിട്ട് സ്വന്തം കൈ അത് വെച്ച കീറുന്നതോടുകൂടി ആ സീൻ എടുക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ ഇവിടെ നിൽക്കാൻ പോകുന്ന ആക്ടറാണെന്നുള്ളത്.
അത് അവൻ്റെ അത് ഒരു നമ്മൾ മുമ്പ് കണ്ട ഒരു ആക്ടിങ് സ്റ്റൈൽ ഒന്നുമില്ല. അവൻ ആരെയും ഇമിറ്റേറ്റ് ചെയ്തിട്ടില്ല. അവൻ്റേതായിട്ടുള്ള ഒരു സ്വന്തമായ ഒരു സ്റ്റൈൽ അവനുണ്ടായി വരും എന്നുള്ളത് നമുക്ക് അവിടെ ബോധ്യപ്പെട്ടു. നിഷാനെ സംബന്ധിച്ചുള്ള പ്രശ്നം ഉണ്ടായിരുന്ന നിഷാൻ ഭാഷയുടെ പ്രശ്നമാണ്. നിഷാൻ ആക്ടിങ് പഠിച്ചിട്ടുള്ള ആളാണ്. സ്കൂൾ ഓഫ് ഡ്രാമ ഇവിടെയല്ല, പുറത്തെവിടെയോ ആക്ടിങ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഭാഷ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ആ ക്യാരക്ടറിന് കറക്റ്റായിരുന്നു. ആ ക്യാരക്ടറിന് അത്രയും മതി. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സാധുവായ ഒരു മനുഷ്യൻ. അയാൾ നെഗറ്റീവ് ഷെയ്ഡ് ഇല്ല. അയാൾ ഇവരുടെ ട്രാപ്പിൽ പെട്ടുപോകുന്നവരാണ്. അതേപോലെ വിനയ് ഫോർട്ടിനെ സംബന്ധിച്ചോളം വിനയ് ഫോർട്ട് ട്രെയിൻഡ് ആക്ടറാണ്. അയാൾ ഭയങ്കര ആക്ടിങ് സ്കൂളിലല്ല ഡ്രാമ സ്കൂളിലൊക്കെ പോയി പഠിച്ച് സീസൺഡ് ആയിട്ടുള്ള ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ആക്ടറാണ്. അയാൾക്ക് വേറൊരു സ്റ്റൈലാണ്. അയാൾ കുറച്ചും കൂടെ അയാൾക്ക് കിട്ടിയ ട്രെയിനിങ്ങിനെ അയാൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആക്ടിങ്ങിലേക്ക് അയാൾ എത്തുന്നത്. അതൊരു വേറൊരു സ്റ്റൈലാണ്. ഇതൊക്കെ കഴിക്കാമെങ്കിൽ പിന്നെ പല്ലിയും പാറ്റയും ചിലന്തിയൊക്കെ കഴിച്ചോടെ. പിന്നെ ഇതൊന്ന് കഴിച്ചു നോക്ക്, അപ്പൊ അറിയാൻ ടേസ്റ്റ് എന്താന്ന്. ഞങ്ങൾക്ക് ഒരുപാട് ദൂരം പോകാനുള്ളതാ, തിരക്കുണ്ട്. നീ വെറുതെ മെനക്കേടുണ്ടാക്കാതെ പോവാൻ നോക്ക്. ആസിഫ് വളരെ റോ ആയിട്ട് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യത്യസ്തങ്ങളായിട്ടുള്ള ആൾക്കാരാണ് ഹാൻഡിൽ. പിന്നെ നിത്യാമേനെ സംബന്ധിച്ചിടത്തോളം ഷീസ് എ ബ്രില്യൻ്റ് ആക്ട്രസ്, വൺ ഓഫ് ദ ബ്രില്യൻ്റ് ആക്ടേഴ്സ് ഇൻ ഇന്ത്യ നൗ. നമുക്കറിയാവുന്ന പോലെ നമുക്ക് മഞ്ജുവിൻ്റെ ഒക്കെ പോലുള്ള ആക്ടേഴ്സിൻ്റെ ഗണത്തിലേക്ക് നേതൃത്വം നിർത്താവുന്ന ബ്രില്യൻ്റ് ആക്ടറാണ് ഷീസ്. അപ്പം അത് വലിയ ബുദ്ധിമുട്ടില്ല. അവർക്കൊക്കെ പറഞ്ഞു നിത്യേനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒട്ടും പാടില്ലാണ്. ഷീസ് അതിന് ക്യാരി ചെയ്യാൻ പറ്റിയ ഒരു അതെ. ഇത് വളരെ ചീപ്പായി പോയി പപ്പ. മോളെ ഞാനൊന്ന് വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. പപ്പയും അമ്മയും അറിയാൻ വേണ്ടി പറയാം. എനിക്ക് ഇവനെ ഇഷ്ടാ, ഒരുപാട് ഇഷ്ടാ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു സ്ട്രെയിൻ ഇല്ലായിരുന്നു. കുറച്ച് എഫേർട്ട് നമ്മൾ എടുക്കേണ്ടി വരും. ഇപ്പം ആസിഫിന് ആദ്യ സമയത്തൊക്കെ ഡാൻസ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അത് അവനൊരു വഴങ്ങാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ അത് പതുക്കെ അതിൽ നമ്മൾ കുറച്ച് അവന് വേണ്ടി സൗകര്യത്തിന് വേണ്ടിയിട്ട് ചില ഷോട്ടുകളിലൊക്കെ ചില മാറ്റങ്ങളോ അല്ലെങ്കിൽ മൂവ്മെൻറ്റ്സിനൊക്കെ അവന് കൺവീനിയൻ്റ് ആയിട്ടുള്ള ചില മൂവ്മെൻറ്റ്സൊക്കെ അവന് വേണ്ടി മാറ്റി കൊടുത്തൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരു വലിയ സ്ട്രെയിനായിട്ട് തോന്നില്ല. ഈ മൊത്തം ഇവരെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് എനിക്ക് വലിയ സ്ട്രെയിനായിട്ട് തോന്നില്ല. പിന്നെ നമുക്ക് കുറച്ചും കൂടെ എന്താണ് സമയത്തിൻ്റെയോ അല്ലെങ്കിൽ ഒന്നും ഒരു പ്രഷർ വരുന്നില്ല. വലിയ ആക്ടേഴ്സ് ആകുമ്പോൾ അവരുടെ ഡേറ്റും കാര്യങ്ങളും സമയമൊക്കെ നമ്മളല്ലാതെ തന്നെ ഇതിപ്പോൾ അങ്ങനെയല്ല. ഇവർ എൻ്റെ കൂടെ അവൈലബിൾ ആണ് എപ്പോഴും. ഇവർ ഇത്രയും പേര് എൻ്റെ കൂടെ ഉണ്ട്. അവർക്ക് ഇത് കഴിഞ്ഞ് വേറെ പടം ചെയ്യാൻ പോകുന്നൊന്നുമില്ല. ഈ പടം മാത്രമായിട്ട് അവർ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അവിടെ പോകണം ഇവിടെ പോകണം എന്നുള്ള ടെൻഷനൊന്നുമില്ല. നമുക്ക് നമ്മളെ കൺവീനിയൻ്റ് ആയിട്ട് നമ്മുടെ എന്താണ് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഇപ്പം ഇന്ന് സീൻ എടുക്കാം അല്ലെങ്കിൽ മാറ്റി വെക്കാമെന്ന് വെച്ചാൽ മാറ്റി വെക്കാം. നമ്മുടെ കൺവീനിയൻസിലാണ്. അത് ഭയങ്കര സ്വാതന്ത്ര്യം. നമ്മളെ ഫിലിം മേക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നമ്മളുടെ ഇഷ്ടത്തിൻ്റെ ഒപ്പം ഇവരെല്ലാവരും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ക്രിയേറ്റീവ് ഒരു ഫ്രീഡത്തെ ഡിസ്റ്റർബ് ചെയ്യാതെ ഇവർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്തുള്ള ആൾക്കാരെയൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ അതുകൊണ്ട് തന്നെ വളരെ ഫ്രീ ആയിട്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇതിലിപ്പോൾ നിശാന്ത് ഏട്ടൻ്റെ അവരിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരിപ്പോൾ മലയാളിയല്ല, അപ്പോൾ പക്ഷേ ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഭയങ്കര ഒരു പാവം മൂഡ് തന്നെയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഹാഫിലൊക്കെ ആക്ച്വലി നമുക്ക് ഭയങ്കര ഒരു ഒരു പാവം കുട്ടി ടച്ചാണ് ആ ഒരു സൗണ്ട് മോഡുലേഷനിൽ പോലും കൊടുത്തിരിക്കുന്നത്. അത് ഡെലിബറേറ്റ്ലി കൊടുത്തതാണോ അതോ ഇപ്പം അവരുടെ മലയാളി ആയതുകൊണ്ടുള്ള ആ ഒരു മലയാളി അല്ല എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഡബിങ്ങിലൊക്കെ ഉണ്ടായിരുന്ന കൺഫ്യൂഷൻസ് ആണോ ആ രീതിയിലാണോ? അല്ല, ഡബ് ചെയ്യായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഡബ് ചെയ്തത് ജിസ് ജോയാണ്, പിന്നീട് ഡയറക്ടറായ ജിസ് ജോയാണ്. അല്ല, നിഷാനെ സംബന്ധിച്ചോളം അയാൾ ഈ മറ്റു രണ്ടുപേരെ പോലെ ഒരു ക്രിമിനൽ അത്ര അയാളുടെ ഉള്ളിലൊരു സോഫ്റ്റ്നെസ് ഉണ്ട്. അയാൾ ശരിക്കും ആ പ്രണയത്തിൽ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പാവംകുട്ടി ഇമേജിൽ നിന്നാലേ ഈ പെൺകുട്ടിക്ക് പ്രണയിക്കാൻ തോന്നുള്ളൂ. ചുമ്മാ ഇവിടെ നിന്ന് വന്ന് കറങ്ങല മക്കളെ. പിന്നെ ഇവിടെ നിന്നല്ല ഒരിടത്തൊന്നിരുന്ന് കറങ്ങാൻ പോലും പറ്റില്ല. എന്താടാ പേര്? രൂപേഷ്. ഇതെന്ത് പറ്റി? സാധാരണ തിരിച്ചാണല്ലോ സംഭവിക്കേണ്ടത്. അവളല്ലേ ആള്, ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും. എത്ര നാളായാലും ഇവൻ ഇങ്ങനെ ഒലിപ്പിച്ചിരിക്കത്തേ ഉള്ളൂ.
അതുകൊണ്ടാണ് അവർ വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് അവരെ മൂന്നുപേരെയും പ്ലേസ് ചെയ്തത്. യെസ് യെസ്. ഒരാൾ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാളായിട്ട് അയാളെ പ്ലേസ് ചെയ്തു. ഉം. കാണാൻ സുന്ദരനാണ്, പ്രേമിക്കാൻ പറ്റിയ ആളാണ്, ഒരു പെൺകുട്ടിയെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ആളാണെന്നൊക്കെ തോന്നുന്ന രീതി അയാളെ പ്ലേസ് ചെയ്തു. ഓക്കെ. മറ്റൊരു രണ്ടുപേരുമാണ് ഇതിനെ ഈ പ്ലോട്ട് സെറ്റ് ചെയ്തത്. ഓക്കെ. അപ്പം ബേസിക്കലി ഏറ്റവും വലിയ കുഴപ്പക്കാരൻ വിനയ് ഫോർട്ടിൻ്റെ കഥാപാത്രം തന്നെയാണ്. വിനയ് ഫോർട്ടിന്റെ ആക്ച്വലി ഒരു ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പം ഒരു യുവതാരമാണ്, അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ അത് കംപ്ലീറ്റ് ക്യാരി ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നോ? അത് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ കൂടെ നിന്ന് ചെയ്യിപ്പിക്കല്ലേ. അവർ ബേസിക്കലി അയാളൊരു ട്രെയിൻഡ് ആക്ടർ ആയതുകൊണ്ട് കൂടെ അയാളെ ഒന്ന് മോൾഡ് ചെയ്താൽ മതി. ഇപ്പം അവർക്ക് ചില കാര്യങ്ങളുണ്ട്. അവർ ഈ ട്രെയിൻഡ് ആക്ടേഴ്സിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര അവർ പഠിച്ചു വെച്ച ഒരു ചതുരക്കളത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ ഇച്ചിരി പാടാണ്. കാരണം അവർക്ക് അവരൊരു ആക്ടിങ്ങിന് മുമ്പ് അവരുടെ കുറച്ച് എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്താണല്ലോ അവർ ട്രെയിൻഡ് ആക്ടറായിട്ട് വരുന്നത്. അതിൻ്റെ ഒരു അതിര് പൊട്ടിച്ചവരെ കൊണ്ടുവരാൻ കഴിയണം. ആദ്യം അത് പൊട്ടാൻ ഇച്ചിരി പാടായിരുന്നു. പക്ഷെ പിന്നീട് നമ്മളത് പൊട്ടിച്ച് എടുത്ത് അയാളും കംഫർട്ടബിളായി. അവരെ കംഫർട്ടബിൾ ആക്കിക്കൊണ്ട് നമ്മളത് ചെയ്യുമ്പോൾ അവർ ആ ഒരു ഷെല്ലിൻ്റെ പുറത്തേക്ക് വന്നിട്ട് അവർ പെർഫോം ചെയ്യും. ഓക്കെ. ഇപ്പോൾ ഈ അപൂർവരാഗം എന്നുള്ളൊരു മൂവി ആസിഫ് അലി, അതുപോലെ നിഷാന്ത്, വിനയ് ഫോർട്ട്, നിത്യ മേനൻ, ഒരുപാട് പുതിയ ആക്ടേഴ്സ് ആക്ച്വലി അവർ ഒന്നോ രണ്ടോ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് ഒരു ഐഡന്റിറ്റി കൊടുത്തത് അപൂർവരാഗം എന്നുള്ളൊരു ഫിലിമാണ്. അപ്പോൾ സാർ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? ഇപ്പോൾ സാറിനെ ഇപ്പോൾ അവർ വിചാരിക്കുകയാണെങ്കിൽ ലൈക്ക് ഒരു മാസ്റ്റർ പോലുള്ളൊരു ഫ്രെയിമിലാണ് സാർ ഉള്ളത്. അവർക്കൊരു ഐഡന്റിറ്റി നൽകിയ ഒരു ഫിലിമാണ്. അല്ല, അത് തന്നെയാണ് നമ്മൾ എന്താണ് സിനിമ കണ്ട ശേഷം അവരെ സംബന്ധിച്ചോളം അവർ പിന്നെ അവരുടെ ഇൻഡസ്ട്രിയുടെ ഒരു ഭാഗമായിട്ട് അവരെല്ലാം മാറി. ആസിഫ് വലിയ രീതിയിൽ ഇൻഡസ്ട്രിയിലേക്ക് വരികയും ഇപ്പം അവൻ ഒരു സിനിമ സ്വന്തമായിട്ട് ഹോൾഡ് ചെയ്യാനും സക്സസ്ഫുൾ സിനിമകൾ ചെയ്യാനും ഒക്കെയും ഒരു മാർക്കറ്റ് വാല്യൂയിലൊക്കെയും ഒരു ഡിമാൻഡുള്ള ഒരു ആക്ടറായിട്ട് ആസിഫ് മാറിയിരിക്കുന്നു. ഒരു 10-15 വർഷങ്ങൾക്ക് ഉള്ളിൽ. അതിനു മുമ്പ് തന്നെ അയാൾ എസ്റ്റാബ്ലിഷ് ഒരു സോളോ ലീഡ് റോൾസ് ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റാച്ചറിലേക്ക് അവൻ വന്നത് വളരെ പെട്ടെന്നാണ്. വിനയ് ഫോർട്ടും അതേപോലെ തന്നെ ഹീറോ വേഷങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെ ലീഡ് ക്യാരക്ടർ റോൾസ് ചെയ്ത് ഇപ്പോഴും നമ്മൾ സജീവമായി നിൽക്കുന്നവരാണ്. നിത്യ മലയാളത്തിലും അപ്പുറത്തേക്ക് തമിഴിലും ഹിന്ദിയിലും തെലുങ്കിലും ഒക്കെ പോയി സക്സസ്ഫുൾ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നിഷാനും ഇൻ ബിറ്റ്വീൻ മറ്റു ഭാഷകളൊക്കെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മലയാളത്തിലും വന്ന് ഇടയ്ക്കിടയ്ക്ക് ചെയ്തിട്ടുണ്ട്. നിഷാന്റെ അടുത്ത് ഇപ്പം കിഷ്കിന്ദ കാന്തത്തിൽ ചെയ്തു. ലെഫ്റ്റ് അങ്ങനെ ഒരു പടത്തിൽ അല്ല, അങ്ങനത്തെ അത്തരം ഒരു അരുൺകുമാറിന് തന്നെ ഒരു സിനിമയിൽ അയാൾ ചെയ്തു. അപ്പോൾ ഇവരൊക്കെ അടുത്ത കാലത്തോ അങ്ങനെ എന്തോ ഒരു സിനിമയിൽ അദ്ദേഹം ചെയ്തു. അല്ല, അതൊക്കെ നമ്മളെ സംബന്ധിച്ചോളം അവരൊക്കെ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് ഇപ്പോഴും തുടരുന്നതിൽ നമുക്ക് ആദ്യകാലത്ത് അവരുടെ കൂടെ അതിനുള്ളൊരു ടൂളായിട്ട് നമുക്ക് നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതും സന്തോഷമാണ്. ഒരു ക്യാമ്പസ് ചിത്രമാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ? ഒരു ക്യാമ്പസ് വൈബ് തന്നെയായിരുന്നു. ക്യാമ്പസ് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഒരു വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു യങ്സ്റ്റേഴ്സിനെ വെച്ചല്ലേ ചെയ്യുന്നത്. പാട്ടുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ അതൊക്കെ വളരെ ആസ്വദിച്ച് ചെയ്യുന്നതാണ്. എനിക്ക് ഇതിനകത്ത് ഏറ്റവും വലിയൊരു എലമെൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫോട്ടോഗ്രാഫിയാണ്. ഇതിൻ്റെ ഫോട്ടോഗ്രാഫി ചെയ്തേക്കുന്നത് ജയനൻ വിൻസെൻ്റിൻ്റെ സഹോദരൻ അജയൻ വിൻസെൻ്റാണ്. ജയനൻ വിൻസെൻ്റ് മലയാളത്തിൽ ഒരുപാട് ന്യൂഡൽഹി പോലെയുള്ള ജോഷി സാറിനെ പോലെയുള്ള വലിയ ഡയറക്ടർ ഐ വി ശശി സാറിനെയൊക്കെ ഒരുപാട് സിനിമകൾ ചെയ്ത വിൻസെൻ്റ് മാസ്റ്ററുടെ മകനാണ്. മലയാളത്തിലെ ലെജൻഡറി ഫോട്ടോഗ്രാഫറും ഡയറക്ടറുമായിരുന്ന വിൻസെൻ്റ് മാസ്റ്ററുടെ മക്കളാണ്. അജയൻ വിൻസെൻ്റ് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധായകരുടെ കൂടെയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് അജയൻ വിൻസെൻ്റ്. അജയനെ ഈ സിനിമയ്ക്ക് വെച്ചത് ഈ സിനിമയുടെ ഒരു ടോട്ടൽ ലുക്കിനെ, അതിൻ്റെ ഒരു ഒരു ഫോട്ടോഗ്രാഫിയുടെ ഒരു വേറൊരു ലെവലിലേക്ക് അതിനെ കൊണ്ടുവരാനൊക്കെ അജയൻ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. എനിക്ക് അജയന് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമാറ്റോഗ്രാഫറാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ടെക്നോളജിയെ പറ്റിയുള്ള വലിയ നോളജ് ഉണ്ട്. കാരണം ഇതിനകത്ത് ഒരുപാട് അജയൻ ഉള്ളത് കൊണ്ട് മാത്രം സാധ്യമായ ഇന്ന് കമ്പ്യൂട്ടർ ഗ്രാഫിക്സും അത്തരത്തിലുള്ള സാങ്കേതികതകളൊക്കെ അത്രത്തോളം അങ്ങോട്ട് വികസിക്കുന്നതിന് മുമ്പാണ് ഈ സിനിമ. 15 വർഷം മുമ്പ് ചെയ്ത സിനിമ. അപ്പോൾ പോലും ഇതിനകത്ത് പല വിഷ്വൽസിനും ഈ ഒരു കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ സാധ്യതകളെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് എന്നെ സഹായിച്ചത്
കോസ്റ്റ് എഫക്റ്റീവായിട്ട് തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ കുട്ടികൾ ബൈക്കിലൊക്കെ പോകുന്ന റോഡുകളിൽ കൂടെയൊക്കെ ഇവർ മൂന്നും കൂടെ ബൈക്കിൽ പോകുന്ന സീനുകളൊക്കെ അന്നത്തെ കാലത്തുള്ള പരിമിതമായ, നമ്മളത് ഗ്രീൻ മാറ്റിൽ ഷൂട്ട് ചെയ്യാന്നൊക്കെ പറയും. അത് റോഡിലല്ല, അവർ വണ്ടിക്കകത്ത് സ്റ്റുഡിയോയ്ക്കകത്ത് ഇരിക്കുന്നതെങ്കിൽ പോലും അത് ക്യാമറ ഇവരുടെ അടിയിൽ കൂടെയൊക്കെ പോയി നമ്മൾ ഈ സ്ട്രീറ്റ് ലൈറ്റൊക്കെ കാണുന്ന രീതിയിലുള്ള ഷോട്ടുകളൊക്കെ അന്ന് ചെയ്യാൻ കഴിയും. ഇന്നത് വളരെ വ്യാപകമായിട്ട് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷെ അന്ന് അത് പരിമിതമായ ടെക്നോളജിക്കൽ സപ്പോർട്ട് കൂടിയാണ് അത് ചെയ്തത്. പിന്നെ അതിനകത്തൊരു ഫാഷൻ ഷോ ഉണ്ട്. ആ ഫാഷൻ ഷോയ്ക്ക് ഭയങ്കര ക്രൗഡിനെ കൊണ്ടുവന്നൊക്കെ ചെയ്യാൻ വെച്ചാൽ എക്സ്പെൻസീവാണ്. നമ്മളൊരു ചെറിയ പടം ചെയ്യുന്ന ഒരു ബഡ്ജറ്റിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി അദ്ദേഹം അതിന് വേണ്ടി ചില ഗാഡ്ജറ്റ്സും TV സ്ക്രീനുകളൊക്കെ വെച്ച് നിറച്ചിട്ടൊക്കെയാണ്. അപ്പോൾ ഭയങ്കര ഒരു റിച്ച്നെസ് ഫീൽ ചെയ്യുന്നത്. നമ്മളൊരു 10-50 പേരെ അതിനകത്തുള്ളൂ. പക്ഷെ അതിൻ്റെ എത്രയോ വലിയ സ്റ്റേജിലാണ് നടക്കുന്നതെന്ന് തോന്നുന്ന രീതിയിൽ അതിനെയൊക്കെ കൊണ്ടുവരാൻ അത്തരത്തിലുള്ള ചില ബ്രില്യൻസ് ആ സിനിമയുടെ ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് അജയൻ വിൻസെൻറ്റിൻ്റെ തന്നെ ഒരു കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ ശരിക്കും ഒരു കൈയടി അർഹിക്കുന്ന ഒരു റോള് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ, അല്ലേ? യെസ്. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാറിൻ്റെ ഈ ഒരു ഫിലിമോഗ്രഫി അതുവരെയുള്ളത് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉണ്ടായ ഒരു ഫിലിമാണ്. അപ്പോൾ അതിനുശേഷം ആ ഒരു പാറ്റേൺ അത്രയും ഇഷ്ടപ്പെട്ട് പിന്നെ അതിനുശേഷം അത്തരം പാറ്റേൺസിനോടുള്ള ഒരു ആഗ്രഹം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? അപ്പം അതുവരെ ഉണ്ടായിരുന്ന ഒരു പാറ്റേണിനുള്ളൊരു സ്വിച്ചിങ് ആയിരുന്നല്ലോ. ഇല്ല, അങ്ങനെയില്ല. അങ്ങനെ മാറ്റാൻ വേണ്ടി മാറ്റുന്നില്ല. നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു കഥ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നി, ഇതെനിക്ക് ചെയ്യണമെന്ന് തോന്നി ചെയ്ത സിനിമകളൊക്കെ സക്സസ്ഫുൾ ആകുന്നു. നമ്മൾ ചിലപ്പോൾ ചില പ്രഷറിൻ്റെ പുറത്ത് ചില സിനിമകൾ ചെയ്യാൻ നിർബന്ധമാകുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നൊരു സക്സസ്സിലേക്ക് എത്താതെ പോകുന്നത്. പക്ഷേ ഇത്തരം സിനിമകളൊക്കെ നമ്മളതിൻ്റെ പുറകെ ആ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിനകത്ത് എക്സൈറ്റഡ് ആയിരിക്കും. അങ്ങനെയുള്ള സിനിമകൾക്ക് എന്തായാലും ഒരു വലിയ അപ്രീസിയേഷൻ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് കിട്ടാൻ സാധിക്കും. കാരണം നമ്മൾ തന്നെ അത്രമാത്രം അത് ഇഷ്ടപ്പെട്ടതാണ്. ചിലതൊക്കെ നമ്മൾ ചില ബാഹ്യമായ ചില പ്രഷേഴ്സ് നമ്മുടെ ഒരുപാട് ചില സിനിമകൾ ചെയ്യാൻ നിർബന്ധിതരാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനൊക്കെ നമ്മൾ പെട്ടുപോവുകയും ചെയ്യും. അത് അങ്ങനെ ചില സിനിമകൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിനെ നന്നായിട്ട് ചെയ്യാനും അതിനൊരു നല്ല റിസൾട്ട് ഉണ്ടാകാനും സാധിക്കുകയില്ല. ഈ സിനിമയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയില്ല, ഇതിൻ്റെ ഒരു പാറ്റേൺ, ഇതിൻ്റെ വിഷ്വൽസ്, ഇതിൻ്റെ ഇവൻ ആർട്ട് ഡയറക്ഷന് ഭയങ്കര സ്കോപ്പ് ഉണ്ടായ ഒരു സിനിമയാണ്. പ്രശാന്ത് മാധവാണ് അതിൻ്റെ ആർട്ട് ഡയറക്ടർ. അതിൻ്റെ അതൊക്കെ വളരെ ലിമിറ്റഡ് ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് തന്നെ അത് ചെയ്യുന്നു. അതിൻ്റെ അകത്തൊരു ഇവർ വന്ന് അതിൻ്റെ ക്ലൈമാക്സ് സീക്വൻസ് നടക്കുന്ന ഒരു ചാപ്പലിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉള്ള പഴയ ചാപ്പൽ, പൊളിഞ്ഞ ചാപ്പൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതിൽ മുറിക്കകത്ത് നല്ല ഗംഭീരമായിട്ട് അതിന് സെറ്റ് ഇടും. അതിന് ക്ലൈമാക്സിൽ ഏറ്റവും കൂടുതൽ അത് ഉപയോഗിച്ച ഒരു സെറ്റ് അതാണ്. ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട് ക്ലൈമാക്സുമായിട്ട്, അവരുടെ ഷൂട്ട് ഔട്ടൊക്കെ നടക്കുന്നതിനകത്താണ്. അതുപോലെ അവർ വന്ന് താമസിക്കുന്ന ഒരു ഫ്ലാറ്റുണ്ട്. ആ ഫ്ലാറ്റിൻ്റെ അടിയിലാണ് അവർ പണമൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പോൾ അതൊക്കെയും നമ്മളിങ്ങനെ സെറ്റ് കൃത്യമായിട്ടും ഒരേ സ്ഥലം മാറ്റിയാണ് ചെയ്യുന്നത്. ഒരേ സ്പേസ് തന്നെ കളമശ്ശേരിയിലുള്ള ഒരു ചെറിയ പഴയ ബിൽഡിങ്ങിനകത്താണ് ചെയ്തത്. അല്ല, ഞാൻ പറയുന്നത് ഇതെല്ലാം ഒരു സിനിമയുടെ ഒരു ലുക്കിനെ വല്ലാതെ ഹെൽപ്പ് ചെയ്യുന്നു. ഫോട്ടോഗ്രാഫി ആണെങ്കിലും ആർട്ട് ഡയറക്ഷൻ ആണെങ്കിലും കോസ്റ്റ്യൂംസ് ആണെങ്കിലും. കോസ്റ്റ്യൂംസിനകത്തൊക്കെ ആ ഒരു യൂത്തിൻ്റെ ഒരു ഫീലെല്ലാം കിട്ടുന്ന രീതിയിൽ അതിനെയൊക്കെ നമുക്ക് വലിയ രീതിയിൽ നമ്മളെ ആ സിനിമയെ വിഷ്വലിയും ഒക്കെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പം ഒരു ഡയറക്ടറുടെ കൂടെ ഉണ്ടാകുന്ന ഒരു ടീമെന്ന് പറയുന്നത് ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്. ഇപ്പം നമ്മൾ പറയും സിനിമ എന്ന് പറയുന്നത് സംവിധായകൻ്റെ കലയാണ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ശരി തന്നെയാണ്. അതോടൊപ്പം തന്നെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ കൃത്യമായിട്ടും അവരിൽ നിന്ന് ഏറ്റവും നല്ല റിസൾട്ട് എടുക്കാൻ പറ്റണമെന്നുള്ളതാണ്. അത് പറ്റണമെങ്കിൽ അവരെ നമ്മൾ ആ രീതിയിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമുക്ക് ഇന്നതാണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞും കൊടുക്കുകയും അവരത് നമുക്ക് ഡെലിവറി ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഒരു ടീം വർക്കാണിത്. ആക്ച്വലി ഇതൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ടീം വർക്കാണ്. പക്ഷേ അതിൻ്റെ ഒരു സിനിമയുടെ ആദ്യത്തെ കാഴ്ച സംവിധായകൻ്റെ മനസ്സിലുണ്ടാകുന്നു. ആ കാഴ്ചയിലേക്ക് ഇവരുടെ എല്ലാ കോൺട്രിബ്യൂഷനും ചേർത്ത് നിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ അത് ഇത്തരം സിനിമ ഈ വലിയ ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞ ഈ സക്സസ്ഫുൾ ആകുന്ന സിനിമകളിലൊക്കെ അത്തരം കാര്യങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ച് ഏറ്റവും ബ്രില്യൻ്റായിട്ട് ചേർന്ന് വരുമ്പോഴാണ് ഒരു സിനിമ സക്സസ്ഫുൾ ആകുന്നത്. അതെ, അത് അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ടോട്ടാലിറ്റിയിൽ അത് ഒരു ഭയങ്കര ഒരു ബ്രില്യൻ്റ് സിനിമ ഉണ്ടാകുന്നു.
സക്സസ്ഫുൾ സിനിമ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. സാറ് കുറച്ചു മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പം ആസ് എ ഡയറക്ടർ ഒരുപാട് ഇൻവോൾവ് ആയി ഇഷ്ടത്തോടു കൂടെ ചെയ്യുന്ന സിനിമകളുണ്ട്, ബാഹ്യശക്തികൾ കൊണ്ട് ചെയ്യുന്ന സിനിമകളുണ്ട്. അപ്പൊ അങ്ങനെ ബാഹ്യശക്തികൾ കൊണ്ട് ചെയ്യപ്പെട്ട സിനിമ സാറിന്റെ കരിയറിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്, അത് പേര് പറയാൻ പറ്റത്തില്ല. ഒക്കെ പേര് അല്ല, പറയാമോ? അത് എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മളൊരു സിനിമ വർക്ക് ചെയ്ത് തുടങ്ങി കഴിയുമ്പം ഉം. ഫസ്റ്റ് തൊട്ട് അത് കൊള്ളാമെന്ന് തോന്നും. കുറേ കഴിയുമ്പോൾ നമുക്കത് വർക്കാകത്തില്ല എന്ന് തോന്നും. അപ്പോഴത്തേക്കും പ്രൊഡ്യൂസർ ഒരുപാട് അതിനകത്ത് ഇൻവോൾവ് ആകെ ഇൻവെസ്റ്റ് ചെയ്തൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബാക്ക് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ. എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ ചില സൗഹൃദങ്ങളുടെ ഒക്കെ പേരിലൊക്കെ ചില സിനിമകൾ ചെയ്യേണ്ടി വരും. ഓക്കെ. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, ആരും ഭീഷണിപ്പെടുത്തി നിർത്തി ചെയ്യുന്നതല്ല. ഓക്കെ. നമ്മൾ തന്നെ ചിലപ്പം ഒരു എടുക്കുന്ന ഡിസിഷൻസ് തെറ്റിപ്പോകും. ഓക്കെ. നമ്മൾ ആദ്യം ഒരു കഥയെപ്പറ്റി കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീല് അത് എഴുതി വരുമ്പോൾ ഉണ്ടാകാറില്ല. അപ്പോൾ പിന്നെ ആ ഘട്ടം എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഇത് എത്ര കറക്റ്റ് ചെയ്താലും ചിലപ്പോൾ കറക്റ്റ് ചെയ്യാൻ ആ കറക്ഷനും അപ്പുറത്തേക്ക് അത് കയ്യിൽ നിന്ന് പോകുന്നൊരു ഘട്ടം വരും. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഒരു പ്രോജക്റ്റിലേക്ക് കയറുന്നതിന് ഇപ്പോൾ പൂർണ്ണമായിട്ടൊരു സ്ക്രിപ്റ്റ് എഴുതി വർക്ക് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കത് നമുക്ക് കോൺഫിഡൻസോടുകൂടി അപ്ലൈ. ചില സമയത്ത് വളരെ ഷോർട്ട് ടൈമിൽ ഈ പറയുന്ന പ്രഷറുണ്ട്, ഇപ്പം ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ഉണ്ട്, കഥയായി, പക്ഷെ അത് എഴുതിയിട്ടില്ല. കഥ ആർട്ടിസ്റ്റ് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ പ്രൊഡ്യൂസർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അതൊരു എഴുതി വരുമ്പോൾ ഈ പറയുന്ന ചില നമ്മളെ എന്താണ് ആ കഥയിലേക്ക് അട്രാക്റ്റ് ചെയ്ത ഒരു എലമെൻറ്റ്, ഒരു കോർ എലമെൻറ്റ് ചിലപ്പം എഴുതി വരുമ്പോൾ നഷ്ടപ്പെട്ടു പോകും. ഓക്കെ. അത് പിന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഘട്ടത്തിലേക്ക് എത്തിപ്പോകും. അങ്ങനെയൊക്കെയുള്ള ചില നമ്മുടെ കൺട്രോളിലില്ലാത്ത ചില കാര്യങ്ങൾ ചിലപ്പോൾ പെട്ടുപോകാറുണ്ട്. ഓക്കെ. എന്തായാലും അപൂർവരാഗത്തിലെ ഒരുപാട് സോങ്സ് ഒക്കെ ഉണ്ട്. ശരിക്കും അഗെയിൻ സിയാദ് കോക്കർ, സിബി മലയിൽ, വിദ്യാസാഗർ മാജിക് ആണ് ഈ ഒരു സോങ്സിന്റെ ഒക്കെ ഒരു വലിയ വിജയം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ആ സോങ്സിനൊക്കെ കുറിച്ച് പറയാനുള്ളത്? എങ്ങനെയൊക്കെയായിരുന്നു മേക്കിംഗ് ഒക്കെ? ഇത് ഒന്ന് ക്യാമ്പസിൽ തന്നെയാണ്, അതൊരു Yes. റാപ്പ് മ്യൂസിക് ഒക്കെ ആയിട്ടുള്ള അതെ. ഒരു വിഷ്വൽസും ഒക്കെ അതുപോലെ വിഷ്വൽസും ഒക്കെ അതാണ്. അതിനകത്ത് ഒരു കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള അന്നത്തെ സാങ്കേതികതയെ പരമാവധി ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ടൈറ്റിൽ തന്നെ ഇത്തരത്തിലാണ്. ഇവരുടെ ഈ ഒരു പ്ലാനിങ്ങിനെ മൊത്തം നമ്മൾ ഒരു സൂചന കൊടുത്തുകൊണ്ടാണ് അതിൻ്റെ ടൈറ്റിൽസ് കാണിക്കുന്നത്. ഒരു CCTV ക്യാമറകളിലൂടെ പല കാര്യങ്ങൾ കാണുന്ന പോലെയും ആരോ ഇവരെ ഫോളോ ചെയ്യുന്നു. ഈ പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്ത് തുടങ്ങുന്നിടത്തു നിന്ന് തന്നെയാണ് ടൈറ്റിൽസ് വരുന്നത്. പിന്നെ പടം കണ്ട് കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഈ നിത്യമേനോൻ്റെ ക്യാരക്ടറിനെ ഇങ്ങനെ ഫോളോ ചെയ്ത് ആരോ ഒരാൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു രീതിയിലാണ് അത് ടൈറ്റിൽസ് ഒക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ആ സമയത്ത് നമുക്ക് ഉണ്ടായ സാങ്കേതികതയെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ചെയ്തതാണ്. ഏതായാലും എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന പോലെ ഒരു പുതിയ കാലത്തിൻ്റെ സിനിമയുടെ ചെറുപ്പക്കാരുടെ കഥ ഏറ്റവും പുതിയ കാല സിനിമ ആസ്വാദകരുടെ മുമ്പിലേക്ക് ആ സമയത്ത് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. തീർച്ചയായും മാറി വന്ന കാലത്ത് ഒരു വലിയ പുത്തൻ ട്രെൻഡ് തന്നെ ഉണ്ടാക്കിയെടുത്തൊരു സിനിമ എന്ന് തന്നെ നമുക്ക് അപൂർവരാഗത്തെ തീർച്ചയായും പറയാം.